നമ്മളൊരു ഫുൾ ഡേ ട്രിപ്പാണ് ചിയാങ് മായിൽ എടുത്തിരുന്നത്. അപ്പം വാത്പാസ്ട്രിങ്ങിൽ നിന്ന് നമ്മൾ അടുത്ത കുറച്ച് സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങി. അതിലേറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള തോന്നിയത് കഴുത്ത് നീണ്ട മനുഷ്യരുടെ ലോകമാണ്. അതുമാത്രമൊന്നും അല്ല കേട്ടോ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് നിങ്ങൾക്ക് ഫുള്ളായിട്ടൊരു വിഷ്വൽ ട്രീറ്റും ഒരുപാട് അനുഭവങ്ങളും തരുന്നതാണ്. എന്ന് പറയുന്ന ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. ഇവിടെ വന്നിട്ട് ഇത് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രാവൽ കംപ്ലീറ്റ് അല്ലെന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു ഹിഡൻ ജമ്മായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഒരുപാട് വർഷം പഴക്കമുണ്ട്. അതായത് 1300 കാലഘട്ടത്തിൽ പണിതിട്ടുള്ള ടെമ്പിളാണത്. പിന്നെ ഒരു 1920 ആ ഒരു കാലഘട്ടത്തിൽ ഒരു മെർച്ചൻ്റ് ഇതിനെ എന്താ പറയുക റീസ്റ്റോർ ചെയ്ത് കുറേ ക്രിയേഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോയി നോക്കാം. നമ്മൾ ആ ഒരു പറഞ്ഞു കേട്ടിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ഉള്ളിലോട്ട് വന്നു. ആദ്യം തന്നെ 3 സന്യാസിമാരെ കണ്ടു. അപ്പോൾ അവർ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവരുടെ ആ സംസാരമൊക്കെ കണ്ടൊന്ന് ആസ്വദിച്ച് ഇങ്ങനെയാണ് ബുദ്ധിസ്റ്റ് മോങ്കൾ ഡ്രസ്സ് ചെയ്യുക. പിന്നെ നമ്മൾ അവരെ ഒന്ന് നോക്കി ഇടയ്ക്ക് ചിരിച്ച് അവരോടൊരു ഇൻട്രാക്ഷൻ ഒന്നും നിൽക്കാനുള്ള സമയം നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ ഉള്ളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. എൻ്റെ ഒരു ഫസ്റ്റ് ഫീലിംഗ് ഇതാണ്. ശരിക്കും നമ്മുടെ നാട്ടിലെ, അതായത് കേരളത്തിലെ ഒരു പഴയകാല വീടൊക്കെ വന്ന് കാണുന്ന പോലെ, അല്ലെങ്കിൽ ഒരു തറവാട് വീടൊക്കെ കാണുന്ന ആ ഒരു സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതുപോലെയല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് റിസംബ്ലൻസ് ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറുകയാണ്. വുഡൻ കൊണ്ടുള്ള ഒരു ബിൽഡിംഗ് ആണിത്. ഓടാണ് മേഞ്ഞിരിക്കുന്നത്. അത് അതുപോലെ വെച്ചിരിക്കുകയാണ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഷ്രൈൻസ് ഉണ്ട്. അപ്പം ഇവിടെ ശരിക്കും ട്രക്കിങ്ങിന് പോകാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. ഇതൊരു ഡീപ്പ് ഫോറസ്റ്റ് ഇൻസൈഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ട്രക്കിങ്ങിന് പോകാൻ പറ്റും. അപ്പം നമ്മൾ പക്ഷേ ട്രക്കിങ്ങിനൊന്നും പോകുന്നില്ല. നമ്മളിവിടെ നിന്ന് കണ്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണ്. അപ്പം ഇങ്ങനെ ഒരു ആസ്വാദനം നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയൊരു പ്ലേസാണ്. നല്ല കാറ്റൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ പോസിറ്റിവിറ്റി അത് നിറഞ്ഞ ഒരു സ്പേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ അങ്ങനെ ആയിരുന്നു. നമ്മളിങ്ങനെ ഷ്രൈൻ്റെ ഉള്ളിലോട്ട് പോയി. 3 ബുദ്ധ സ്ട്രക്ചർ അവിടെ ഉണ്ടായിരുന്നു. ആളുകളൊക്കെ എണീച്ചിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സത്യമായിട്ടും സമയമുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഫുൾ ഡേ നമ്മളവിടെ ശരിക്കും സ്പെൻഡ് ചെയ്യണം എന്ന് നമുക്ക് തോന്നിയൊരു രീതിയായിരുന്നു ഇവിടെ. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി ഇങ്ങനെയാണ് കേട്ടോ. ഒരു ദിവസം ദോയ്സുത്തി എന്ന് പറയുന്ന അതിൻ്റെ മുകളിലോട്ട്, അതായത് ഈ ഒരു ഏരിയയിലേക്ക് രാജാവ് വരികയാണ് ഒരു വൈറ്റ് എലിഫൻറ്റിനകത്ത്. അപ്പോൾ വൈറ്റ് എലിഫൻറ്റിനെ കൊണ്ട് വന്നപ്പോൾ ആ വൈറ്റ് എലിഫൻറ്റ് ഇവിടെ നിന്നു. അതിനുശേഷം പുള്ളി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു. പിന്നീട് അത് മുകളിലോട്ട് പോയപ്പോഴത്തേനും മരിച്ചുപോയി. അപ്പം അതിൻ്റെ ഒരു റിമെമ്പറൻസിന് വേണ്ടിയിട്ട് ഇവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്നൊക്കെ തോന്നിയിട്ടാണ് ഇവിടെ ഒരു ടെമ്പിള് 1355 പണിയുന്നത്. പിന്നെ നമുക്കറിയാലോ കുറേ നാളിങ്ങനെ നല്ല പ്രതാപത്തോടുകൂടിയൊക്കെ നിന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അത്ര ആളുകളൊന്നും ശ്രദ്ധിക്കാതെയായി. പിന്നെ 1920 ആ ഒരു കാലഘട്ടത്തിൽ ഒരു മെർച്ചൻ്റ്, ഒരു വുഡ് മെർച്ചൻ്റ് ആണ് ആള്. അപ്പോൾ ആള് അത് എന്ത് ചെയ്തു, റീസ്റ്റോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു സ്വന്തം ഇൻട്രസ്റ്റിൽ തന്നെ. ആൻഡ് ഇന്ന് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലൊക്കേഷനുകളിൽ ഒന്നാണിത്. ഭയങ്കര കാറ്റാണ്, നല്ല വെയിൽ നമുക്കിവിടെ തോന്നും, പക്ഷെ അങ്ങനെയല്ല, നല്ല കാറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പാണ്. നമുക്ക് കണ്ടാൽ അറിയാം പഴയ തടി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു പഴയ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻസിന്റെ ഒരു ഇത് നമുക്ക് എവിടെയൊക്കെയോ റിസംബിൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, എല്ലാം മോഡ് പതിപ്പിച്ചിട്ട് ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ബിൽഡിങ്ങുകളൊക്കെ വളരെ കുറവാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട്. എല്ലാ സ്ഥലത്തും റെഡ് കാർപ്പറ്റും കാര്യങ്ങളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ പഴയ ബാമ്പുവിൻ്റെ
നമ്മൾ കണ്ടിട്ടില്ലേ ബാമ്പുവിൻ്റെ പായാണ് ഇട്ടിരിക്കുന്നത്. തണുപ്പാണ്, പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അത്രയും ശരിക്കും പറഞ്ഞാൽ തണുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് ഉള്ളിലോട്ട് കയറിയപ്പോൾ അത്ര തണുപ്പ് ഫീൽ ചെയ്തില്ല. നല്ല കാറ്റും നല്ല എന്താ പറയുക, പിന്നെ ഭയങ്കര കാം ക്വയറ്റ് ആൻഡ് പീസ്ഫുള്ളാണ്. അപ്പം നിങ്ങൾ കാം ക്വയറ്റ് പീസ്ഫുള്ളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കുറച്ചധികം നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്യുക. നമ്മൾ ഭയങ്കര റഷായിട്ടാണ് വന്നിരിക്കുന്നത്, കാരണം ഒരു സ്ഥലം കണ്ട് അടുത്ത സ്ഥലം കണ്ട് അങ്ങനെ 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 മാക്സിമം കവറേജാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു 2-3 ഡേയ്സ് ചിയാങ് മായിലുണ്ടെങ്കിൽ വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി ലൊക്കേഷനാണ്. ദിസ് ഇസ് എ മസ്റ്റ് വിസിറ്റ്. ഇപ്പം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വുഡ് കാർവിങ്സ് കാണാൻ പറ്റും. അതിലടിപൊളി സംഭവം ഞാൻ മുകളിൽ കാണിച്ചു തരാം കേട്ടോ. അതായത് ഓലയ്ക്ക് പകരം ബാമ്പൂ കൊണ്ട് മെടലിരിക്കുകയാണ്. അതാണ് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഇത്ര തണുപ്പ് വരുന്നത്. നമ്മൾ ചുറ്റോട് ചുറ്റും ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നല്ല ഒരു പഴയ ഒരു സ്ട്രക്ചറാണ്, കണ്ടാൽ അറിയാമല്ലോ അല്ലേ, വുഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ഓട് പതിപ്പിച്ചിരിക്കുകയാണ് ഒരു ബിൽഡിങ്ങിൻ്റെ. അപ്പോൾ ശരിക്കും നമ്മുടെ ആർക്കിടെക്ചേഴ്സൊക്കെ തമ്മിൽ എന്തൊക്കെയോ റിലേഷൻസ് ഉണ്ട്, നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുന്നതാണ്. എങ്കിലും ആ റിലേഷൻസൊക്കെ വളരെ എവിഡൻ്റ് ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ. നമ്മൾ ഇങ്ങോട്ട് വന്ന് കുറച്ച് അവിടെ തന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു പഴയ സ്ട്രക്ചറുണ്ട്. ഇത് ഒത്തിരി വർഷം പഴക്കമുണ്ട്. ഈ ടെമ്പിളിൻ്റെ അത്രയും തന്നെ പഴക്കമുണ്ട്. ഇത് പുതിയതായിട്ട് റീസ്റ്റോർ ചെയ്തോ റീസ്ട്രക്ചർ ചെയ്തോ ഒന്നുമല്ല. അവരെനിക്ക് തോന്നുന്നത് അതേപോലെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല നല്ല ഭയങ്കര ഭംഗി തന്നെയുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത് പോലെ തന്നെയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും. അപ്പം നമ്മളവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നോക്കിയപ്പോൾ അവിടെ എന്തോ ഒരു സ്ട്രക്ചർ ഉണ്ട്. എന്നാൽ പിന്നെ അതും കൂടെ അങ്ങോട്ട് പോയി കണ്ടേക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ പോകുകയാണ്. നല്ലോണം ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലമുണ്ട് ഇവിടെ. മാത്രമല്ല പഴയകാല വല്ല സിനിമയൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ നല്ലൊരു ലൊക്കേഷനും കൂടെ ആണ്. ഓക്കെ, ഏതെങ്കിലും മൂവീസിലൊന്നും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. പിന്നെ ഇങ്ങനെ താഴെ നടന്നു വന്നപ്പോൾ കണ്ടോ ഒരു ചെടി അവിടെ ഇങ്ങനെ ഉണങ്ങാനിട്ടിരിക്കുകയാണ്. ശരിക്കും ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം നമ്മുടെ നാട്ടിലെ നമ്മുടെ വീടുകളുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണക്കാനിടുമല്ലോ, അതാണ് എനിക്ക് ആദ്യം ഓർമ്മ വന്നത്. അപ്പം ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ആലോചിക്കുക, നിങ്ങൾ എവിടെ പോയാലും എൻ്റെ ഒരു നിശ്ചിത ടൈം ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് എടുക്കുക. ഇപ്പം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന പലരും വിചാരിക്കുന്നത് നമ്മൾ ഒരുപാട് ദിവസം പോയിട്ടാണ് കാണുന്നത്. അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഞങ്ങൾക്ക് 2 ദിവസം ഒരു സ്ഥലത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ അതിൻ്റെ 3/4 ഭാഗവും കണ്ടിട്ട് ഇറങ്ങിപ്പോരും. ഇനി ചുമ്മാ പറയുന്നതല്ല, ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്ത് ഇന്നൊരു സമയം ഇത്ര സമയം ഇവിടെ സ്പെൻഡ് ചെയ്യും, അതിന് ശേഷം നമ്മൾ അടുത്ത സ്ഥലത്ത് സ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം പലരും ചോദിക്കാറുണ്ട്, അപ്പം നിങ്ങളൊരു ട്രിപ്പ് ഓർഗനൈസ് ചെയ്യുന്നവരുടെ കൂടെ പോകുന്നതിനേക്കാളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ എന്നുള്ളത്. ഓഫ് കോഴ്സ് അതിനേക്കാളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. കാരണം പലരും പല സ്ഥലങ്ങളും കാണിക്കത്തില്ല. ഇത് പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ആകുമ്പോൾ നമുക്കിഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് സ്പോട്ട് ചെയ്ത് പോകും. ഈ ഒരു വ്യൂ നോക്ക്, അടിപൊളിയായിട്ടില്ലേ. ഇൻഫിനിറ്റി പൂളിൻ്റെയൊക്കെ സ്ട്രക്ചർ പോലെ ഉണ്ട്, നാച്ചുറലി ആണ്. ചെറുതായിട്ട് അവിടെ ഇങ്ങനെ കെട്ടിയിരുന്നത്. ഇപ്പം ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അത്യാവശ്യം ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1 അവറിൻ്റെ അടുത്ത് നമ്മളിവിടെ ഈ ഒരു സ്പോട്ടിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. മീൻസ് അതിൽ മാക്സിമം നമ്മൾ കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം എങ്ങനെ ലിസ്റ്റ് ഇടാം എന്നുള്ളത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോയിൽ എടുക്കുന്നുണ്ട്. അപ്പം ഇത്രയും വീഡിയോയുടെ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് അടുത്തൊരു സ്പോട്ടിലേക്ക് പോവുകയാണ്.
ലൊക്കേഷൻ്റെ പേരാണ് ദോയ് സുതി. അപ്പം നമ്മൾ ഏകദേശം ഒരു ഉച്ച ടൈമൊക്കെ ആയപ്പോഴത്തേനും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ജേർണി രാവിലെ സ്റ്റാർട്ട് ചെയ്തിരുന്നല്ലോ. ദോയ് സുതി അല്ലെങ്കിൽ ദോയ് സുതി ടെമ്പിളാണ്. ഇവിടെ ഒരുപാട് വ്യൂ പോയിന്റ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ നമുക്ക് മുകളിൽ കയറി പോകാനായിട്ട് ഇവിടെ എസ്കലേറ്റർ ഉണ്ട്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരുടെ എസ്കലേറ്റർ കയറി പോയാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ പറഞ്ഞോളൂ, നല്ല തണുപ്പ് അടിക്കുന്നുണ്ട്, കാറ്റടിക്കുന്നുണ്ട്. സോ ഞാനൊന്ന് കവർ ചെയ്തിട്ട് ഇതൊന്നും പ്രോബ്ലം അല്ലാത്തതുകൊണ്ട് ഇതെടുക്കും. അപ്പോൾ ഇവിടെ വരുന്നവർ ഇപ്പം ദിസ് ഇസ് എ ഡിസംബർ ടൈം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വിന്റർ ടൈമാണത്. ഈ ഒരു ടൈമിലൊക്കെ വരുവാണെങ്കിൽ സ്വെറ്റേഴ്സ് എന്തെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇവിടെ 2 ടിക്കറ്റ്സ് എടുക്കണം. ഒന്ന് മുകളിൽ കയറി കാണാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്, ഇതിന് 30 ബാത്താണ് വരുന്നത്. ഇത് നമ്മൾ മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കേബിൾ കാറിന് 30 ബാത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നടന്ന് ബുദ്ധിമുട്ടില്ല, ഇങ്ങനെ കയറി പോയാൽ മതി. അപ്പോൾ നമ്മുടെ താഴത്തെ ടെമ്പിളിൽ ആന വന്ന് നിന്നതറിയാലോ, ആ ആനയുടെ കയ്യിൽ ശരിക്കും ബുദ്ധൻ്റെ റെലിക് ഉണ്ടാവണം. ബോൺ പീസസ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ രാജാവിന് കുറച്ച് സംശയങ്ങളൊക്കെ തോന്നിയത് കൊണ്ട് എന്താ പുള്ളിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും വേണ്ടില്ല, അങ്ങനെ ആ ഒരു ആന ഇവിടെ വന്ന് നിന്ന് ഇവിടെ മരിച്ചു പോകണം. അപ്പം രാജാവിന് ഒരു ഒമനായിട്ട് അത് തോന്നുകയും അദ്ദേഹം ഇവിടെ ആ റെലിക് വെച്ചിട്ട് ടെമ്പിൾ ബിൽഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബുദ്ധിസ്റ്റ് ഭയങ്കര പ്രൊമിനൻസ് ആയിട്ടുള്ളൊരു ടെമ്പിളാണ് ഇവിടുത്തെ. നമുക്ക് മുകളിൽ പോയിട്ട് ഓരോ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കാം. നമ്മൾ ജസ്റ്റ് കയറി മുകളിലോട്ട് പോയെന്നുള്ളൂ. വ്യൂസ് ഒന്നും കാണാനായിട്ട് പ്രത്യേകം ഒന്നുമില്ല. ഇത് ബേസിക്കലി ക്ലോസ്ഡ് ആണ്. അത്യാവശ്യം ആളുകളുണ്ട്, നോക്കിയാൽ മതി. നല്ല തിങ്ങി നിറഞ്ഞിട്ടാണ് പോകുന്നത്, ഫുള്ളായിട്ടാണ് പോകുന്നത്. അപ്പം നടക്കാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ തീർച്ചയായും ഇതൊരു നല്ല വഴിയാണ്. നമ്മൾ മുകളിലെത്തി ഇങ്ങനെ ചുറ്റുമൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫസ്റ്റ് ഒബ്സർവേഷൻ. നല്ല തിരക്കുണ്ട് ഇവിടെ. മുകളിലും നല്ല തണുപ്പുണ്ട്. നമ്മൾ ലിഫ്റ്റ് കയറി നേരെ ടെമ്പിളിൽ വന്നിട്ടുണ്ട്. ഇതാണ് ടെമ്പിളിൻ്റെ എൻട്രൻസ്. നമ്മളിപ്പോൾ ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ്. ഇതിൻ്റെ ഐതിഹ്യം വളരെ രസകരമാണ്. ഒരു മോക്ക് ഉണ്ടായിരുന്നു, സുമനേത്ര എന്ന് പറയുന്ന ഒരു മോക്കിന്. അദ്ദേഹം സുക്തോയ് കിങ്ഡത്തിലുള്ളതായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഡ്രീം വന്നു. അതായത് ഒരു ബുദ്ധൻ്റെ റിലിക്ക് ഇവിടെ ഇല്ല. അദ്ദേഹം അതിന് സംശയം ഉണ്ടായിരുന്നു, ഇത് ശരിക്കും ബുദ്ധൻ്റെയാണോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും വേണ്ടില്ല, സംശയമൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിത എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ മാറിക്കിട്ടി. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലിക്ക് 2 കഷ്ണങ്ങളായി മാറുകയും ഒരു ആനയിൽ ഇങ്ങനെ മുകളിലോട്ട് ഒരു രാജാവിനെ കാണാൻ വേണ്ടി ലുംഫാനിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ആ സമയത്ത് എലിഫൻറ്റിനെ ഇങ്ങനെ കാട്ടിനുള്ളിൽ കൂടെ കൊണ്ടുവന്ന് 2 ബോണായിട്ട് അത് ഒഴുകി. അപ്പോൾ നോക്കി എന്ന് തോന്നുന്നു. ആദ്യം എലിഫൻറ്റ് റെസ്റ്റ് ചെയ്ത സമയത്ത് നമ്മൾ താഴത്തെ ടെമ്പിൾ കണ്ടു. അതിനുശേഷം മുകളിലോട്ട് വന്നു. അപ്പോൾ രാജാവിന് തോന്നി, ഓക്കെ ഇതൊരു ഡ്രീമാണ്, ഇതെനിക്ക് കിട്ടിയൊരു വിഷയമാണ്, ഞാനിവിടെ എന്തായാലും ഒരു ടെമ്പിൾ പണിയണം. അദ്ദേഹം അങ്ങനെ ഇവിടെ ഒരു ടെമ്പിൾ പണിയും സ്ഥാപിക്കുകയും ചെയ്തു. സ്തൂപ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെ ഒരുപാട് പേര് ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. പൂക്കളാണ് കൊടുത്തിരിക്കുന്നത്, മനോഹരമായ പൂക്കളുണ്ട്. പിന്നെ മെഴുകുതിരികൾ കത്തിച്ച് വെക്കുന്നുണ്ട്, ചന്ദനത്തിരി കത്തിക്കുന്നുണ്ട്. ഇതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പൂ അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരു ബൊക്കയിനുള്ളിലാക്കിയിട്ടാണ് ഇവിടെ പൂ വെക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ഉള്ളിലോട്ട് പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് പച്ച കളറിലുള്ള അല്ലെങ്കിൽ സ്റ്റോണിലുള്ള ബുദ്ധനെ കാണുന്നത്. ഫസ്റ്റ് ടൈമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്.
ഭയങ്കര ഗ്ലോ വരുന്നുണ്ട്, ലൈറ്റ് വരുന്നതിനനുസരിച്ചൊരു ഗ്ലോ വരുന്നുണ്ട് അതിൽ. അത് നല്ലൊരു കാഴ്ചയാണ്. പിന്നെ നമ്മൾ കടന്നിട്ടുള്ള ബുദ്ധനെ എല്ലാവരും കണ്ടിട്ടുണ്ട്. വളരെ കളർഫുൾ ആയിട്ടാണ് ഇവിടെ ഉള്ളത്, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ അവരുടെ വിഷസ് മനസ്സിൽ വിചാരിച്ചൊരു പൂവ് ഇങ്ങനെ കയ്യിൽ പിടിച്ച് 3 പ്രാവശ്യം ആ സ്തൂപയ്ക്ക് ചുറ്റും നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് കിട്ടുമെന്നാണ് ഇവിടെ ഒരു വിശ്വാസം. അപ്പം നമ്മളത് കുറച്ച് നേരം നോക്കി നിന്നു. ഇവിടെ ഉണ്ടായിരുന്ന ഒരാളോട് ചോദിച്ചു ഇതെന്താണ് സംഭവം എന്നൊക്കെ. അപ്പം നമുക്കിത് മനസ്സിലായി. അപ്പം നമ്മൾ രണ്ടുപേരും വിചാരിക്കുന്നത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പം നമ്മളിങ്ങനെ പൂക്കൾ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ പൂക്കളുണ്ട്, അവൈലബിൾ ആണ്. അപ്പം വേണ്ടവർക്ക് വാങ്ങാം. ഈ ഒരു സ്ഥലം കണ്ടോ, ഈ ഒരു സ്ഥലത്താണ് എല്ലാം കത്തിച്ച് വെച്ചിരിക്കുന്നത്. ഇവിടെ ചന്ദനത്തിരിയും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. ക്യാൻഡിൽസും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ റീകൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്. ചെറിയ മോഡിഫിക്കേഷൻസും പെയിൻറ്റിങ്സും ഒക്കെ ആണെന്ന് തോന്നുന്നു. അങ്ങനെ നൈസ് ആണ്. അപ്പം ഇവിടെയും നിങ്ങൾ വരിക, നല്ല പെയിൻറ്റിങ്സ്, നല്ല കാര്യങ്ങൾ, നല്ല ഭംഗിയില്ലേ ആ ഒരു കോമ്പിനേഷൻസ് തന്നെ കാണാനായിട്ട്. ഇവിടുത്തെ ബിൽഡിങ്ങുകളുടെ ഈ ഒരു ടെമ്പിളിൻ്റെ സ്ട്രക്ചർ കോമ്പിനേഷൻസ് തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് വന്ന് കാണുക, എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. പിന്നെ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്, നോക്കിയാൽ അറിയാം നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. ക്യാൻഡിൽസ് ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് എത്രയാണോ ഇടാൻ കഴിയുന്നത് അത് ഇടുക എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ ഇന്ന രൂപയ്ക്കാണ് ഇത് വിൽക്കുന്നത് അങ്ങനെയൊന്നുമില്ല. അപ്പം നമ്മളിത് വാങ്ങിച്ച് നമ്മളിതിന് ചുറ്റുമൊന്ന് നടന്ന് ഇനി നമ്മൾ ലോങ് നെക്കിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിൽ വന്നിരിക്കുകയാണ്. ഇതാണ് ലോങ് നെക്ക് കാരിങ്. പദൂങ് എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പിൻ്റെ അടുത്താണ് ഇവിടെ വന്നിരിക്കുന്നത്. അവർ തന്നെ അവർ പറയുന്ന പേരാണ് കേട്ടോ. അവർ ബേസിക്കലി മ്യാൻമാറിലുണ്ടായിരുന്നതാണ്. പിന്നെ അവിടെ കുറേ പ്രോബ്ലംസ് ഒക്കെ ആയപ്പോൾ ഇങ്ങോട്ട് ഇവാക്യുവേറ്റ് ചെയ്ത് വന്ന് ഇവിടെ ഇപ്പം അങ്ങനെ സെറ്റിലായിട്ട് ഈ വില്ലേജിലുള്ളതാണ്. ഇവിടെ ഒത്തിരി ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഈ വില്ലേജ് ഒന്ന് പോയിട്ട് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ആൻഡ് ഇവിടെ എൻട്രി ഫീ എന്ന് പറയുന്നത് 500 ബാത്താണ് കേട്ടോ. നല്ലൊരു അഡോറബിൾ ഡോഗാണ് കേട്ടോ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്നവർ അതിനെയൊക്കെ പിടിച്ച് കളിപ്പിക്കുമായിരിക്കാം. എനിക്കിങ്ങനെയുള്ള ജീവികളോടൊക്കെ നമ്മളൊരു ചെറിയ ഷോർട്ട് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. എനിക്ക് കാണുന്നതൊക്കെ ഇഷ്ടമാണ്, പക്ഷേ അങ്ങനെ അടുത്തൊന്നും പോയി ഞാൻ പിടിക്കാറൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ എൻട്രൻസിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇതേപോലെ 2 രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മേ ബി അവരുടെ എന്തെങ്കിലുമൊക്കെ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. അഖ ഗോസ്റ്റ് ഗേറ്റ് എന്നാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ വില്ലേജിലേക്ക് എൻ്റർ ചെയ്യാണ്. അപ്പോൾ വില്ലേജിൻ്റെ പുറത്തും ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വില്ലേജിൻ്റെ ഉള്ളിലോട്ടുള്ള യാത്രയാണ്. ചെറിയൊരു വില്ലേജാണ് കേട്ടോ. ഇത്തിരി ദൂരമൊക്കെ നടന്നു. പഴയ കാലത്തെ പോലെയുള്ള സംഭവങ്ങളൊക്കെയാണ്. തകര ഷീറ്റൊക്കെ വെച്ചിട്ടുള്ള വീടുകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അല്ലാതെ വലിയ മൾട്ടി കോംപ്ലക്സ് ബിൽഡിങ്ങുകളൊന്നും ഈ ഒരു വില്ലേജിൽ കാണുന്നില്ല. ശരിക്കും ഇവർക്കൊന്നും അർഹതപ്പെട്ട കാര്യങ്ങൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഒരുപാട് പ്രോബ്ലംസ് സഫർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ പലരോടും സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, അപ്പം എന്ത് ചെയ്യാനാണ്, പലരെയും അവഗണിക്കുകയാണ്. അതെവിടെ അങ്ങനെയാണ്. നമുക്കെന്താ പറയുക, കുറച്ചൊന്നും ഇല്ലെങ്കിൽ പിന്നെ അവരങ്ങോട്ട് അവഗണിച്ചോളും അല്ലേ. നമ്മുടെ നാട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും എല്ലാ സ്ഥലത്തും മനുഷ്യൻ്റെ ഈ ഒരു മനോഭാവത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി.
അപ്പം എന്തായാലും വേണ്ടില്ല, അവിടെ ഇങ്ങനെ ചെന്നപ്പം ഒരു ചേച്ചി നിൽക്കുന്നുണ്ട്, ഒരു കുഞ്ഞു വാവ എടുത്ത് നിൽക്കുന്നുണ്ട്, കഴുത്തിലൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടൊക്കെയാണ് അവർ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് പിന്നിത് എൻ്റെ പിള്ളേരെയൊക്കെ നമ്മൾ വഴിയിൽ നിന്ന് കാണുന്നുണ്ട്. അവരുടെ കഴുത്തിലും ആ സാധനം ഇട്ടിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് നമ്മുടെ ലോങ് നെക്ക്, ഓക്കെ, ഇവരെ ലോങ് നെക്ക് ക്യാരിയുന്നത് ലോങ് നെക്ക് ടൈപ്പ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവർ കഴുത്തിൻ്റെ മുകളിൽ അങ്ങനെ ഒരു സാധനം ഉണ്ട്. എന്നിട്ട് ഇവരുടെ കഴുത്തുണ്ടല്ലോ നീട്ടും മുകളിലോട്ട്. പ്രത്യേകിച്ച് പെണ്ണുങ്ങളാണ് അങ്ങനെ ചെയ്യുന്നത്. എന്തുകൊണ്ടങ്ങനെ അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്ന കണ്ടപ്പോൾ അവരതെടുത്ത് കാണിച്ചു തന്നു. അവരെന്തായാലും ഇവർ കണ്ടോ, നമ്മളൊരു നോർമൽ മനുഷ്യൻ്റെ കഴുത്ത് പോലെയാണ് അവരുടെ കഴുത്തിരിക്കുന്നത്. നമ്മൾ ജനിക്കുന്ന പോലെ തന്നെയാണ് ഇവരും ജനിക്കുന്നത്. പക്ഷെ ഇവരുടെ വിശ്വാസം അനുസരിച്ച് കഴുത്ത് നീണ്ടിരിക്കുന്നതിനാണ് ഭംഗിയും സൗന്ദര്യവും കുറേ ഇതൊക്കെയുള്ളത്. സോ അവരിത് യൂസ് ചെയ്തു അവരവരുടെ കഴുത്ത് ഇങ്ങനെ മെല്ലെ മുകളിലോട്ട് പൊക്കും. അപ്പം അങ്ങനെ ഒരാളെയാണ് കണ്ടത്. യു നീ നമ്മൾ പറയുന്നൊന്നും ആർക്കും മനസ്സിലാവില്ല. ഫോട്ടോ എടുക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കുറച്ച് ഏജ് ആയിട്ടുള്ളവരില്ലേ, അവരുടെ കഴുത്താണ് ശരിക്കും പൊങ്ങിയിരിക്കുന്നത്. ഈ കുട്ടികളുടെ കഴുത്ത് അങ്ങനെ ലോങ് ഒന്നും അല്ല കേട്ടോ. ഇവർ ജനിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇട്ടിട്ടേ ഉള്ളൂ. ഇതിങ്ങനെ പ്രായം കൂടുന്നതിനനുസരിച്ച് അതിങ്ങനെ മുകളിലോട്ടായിട്ട് വരും. ഇവിടെ ഒത്തിരി ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയുള്ള സ്ത്രീകൾ മാത്രമാണ് കേട്ടോ ഇങ്ങനെ കഴുത്തിലൊരു സാധനം ഇട്ടിട്ട് മുകളിലോട്ട് കഴുത്ത് പൊക്കുന്നത്. ഇത് ഇവരുടെ ബ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതെന്ന് പറയുന്നു. ഇനിയല്ല, പണ്ട് കാലത്ത് ടൈഗറൊക്കെ അറ്റാക്ക് ചെയ്യാതെ വരാതിരിക്കാൻ വേണ്ടി പിടിച്ചതാണെന്ന് പറയുന്നു. പക്ഷെ ഇതിൻ്റെ റീസൺ അറിയില്ല. എന്തായാലും ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇവരുടെ മസിൽസ് ഭയങ്കര വീക്കാണ്. ഓക്കെ, എന്തെങ്കിലും പറ്റിയാൽ ഇത് ഊരി കഴിഞ്ഞാൽ എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകും. അങ്ങനത്തെയാണ് ഇവരുടെ ഇരിക്കുന്നത്. ഇവിടുത്തെ ആണുങ്ങൾ ഇടുന്നില്ല, പെണ്ണുങ്ങൾ മാത്രമാണ് ഈ ഒരു സംഭവം വിയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരിവിടുത്തെ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളാണ്. ഇവരിത് ഉപയോഗിച്ചിട്ടാണ് ഇത് നെയ്യുന്നത്. ഓക്കെ, ഇങ്ങനത്തെ സാധനങ്ങൾ ഇങ്ങനെ ഈ കാണുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്. ഈ പുള്ളിക്കാരിയുടെ കഴുത്തിലില്ല, കാലിൽ പക്ഷെ കണ്ടോ ഇട്ടിട്ടുണ്ട്. വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ശരിക്കും പറഞ്ഞാൽ ഇത് ഇവരുടെ വിശ്വാസങ്ങളും കാര്യങ്ങളും ആണ്. ഓക്കെ, പക്ഷെ നമുക്ക് ലൈഫിൽ ആദ്യമായിട്ട് നമ്മളിങ്ങനെ ഒരു കാര്യം കാണുന്നത്, ഇപ്പോഴും ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. സോ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യണമെങ്കിൽ വിസിറ്റ് ചെയ്യാം. പക്ഷെ വിസിറ്റ് ചെയ്താൽ ഇത് കാഴ്ച വേറെ എവിടെയും കാണാൻ പോകുന്നില്ല എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. അപ്പോൾ ഞാനിവരോട് വേദന എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരില്ല എന്നൊക്കെയാണ് പറയുന്നത്. പറയാതിരിക്കാൻ വയ്യ, അവരുടെ ഹാൻഡിക്രാഫ്റ്റ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല കളർഫുള്ളാണ് മൊത്തത്തിൽ. ഒരു കുഞ്ഞു മോളുടെ കഴുത്തിലൊക്കെ അത് ഇട്ട് വെച്ചിട്ടുണ്ട്. ശരിക്കും ഇവരുടെ ബോഡീനെ കഴുത്തിനൊക്കെ ഇത് ഒത്തിരി വീക്കൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരുടെ ആചാരങ്ങളാണ്, അവർ അതുമായിട്ട് തന്നെ പോകുന്നു. ചിലപ്പം ഇതല്ലാതെ ബ്രേക്ക് ചെയ്ത് പോകുന്നവരുണ്ടാകാം. അവർക്ക് ഈ വില്ലേജിലേക്ക് തിരിച്ചു വരാനോ ഇത് പോലെ ജീവിക്കാനോ ഒന്നും പറ്റണമെന്നില്ല. ഇവിടുന്ന് കുറച്ച് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു.
ജിതിന് ഇവരുടെ കഴുത്തിലിടുന്ന സാധനം വാങ്ങാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്തു. പക്ഷെ അതിന് ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ നമുക്ക് എക്സസ് ആകും നമ്മൾ തിരിച്ചു പോകുമ്പോൾ വെയിറ്റ്. അതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. നമ്മൾ വില്ലേജ് മുഴുവനായിട്ട് കണ്ടു. ഇതിൻ്റെ ഉള്ളിൽ ഫുൾ അടിപൊളി ഇംഗ്ലീഷ് സോങ്സും കാര്യങ്ങളൊക്കെയാണ് കേൾക്കാൻ പറ്റും. ചെറിയൊരു കഫറ്റീരിയ പോലത്തെ ടൈപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് ഇല്ലേ ആ ഒരു വർക്ക് കാണാനായിട്ട്. നിങ്ങൾക്ക് എന്താ തോന്നിയത്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഓരോ കരകൗശല വസ്തുക്കളും, പ്രത്യേകിച്ച് ഷോൾസും കാര്യങ്ങളും. അപ്പം ഞാനൊന്ന് കാണിച്ചു തരികയാണ്. ഇവിടെ ഇതൊക്കെയാണ് ഉള്ളത്. നിങ്ങളിവിടെ വരിക, വാങ്ങാൻ ഇഷ്ടമുള്ളവർ വാങ്ങുക. ഇവിടെ നല്ല ചെറിയ പിള്ളേർ കളിക്കുന്ന സാധനമൊക്കെ എടുത്ത് വെച്ച് ഒരാളിവിടെ കളിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളൊന്ന് ഇതിങ്ങനെ ജസ്റ്റ് ഓടി ഒന്ന് ഫുള്ളായിട്ടൊരു വീഡിയോ എടുത്തു. കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വാങ്ങാൻ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ. ഒരു മാർക്കറ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. പലരും പർച്ചേസ് ചെയ്യുന്നുണ്ട്. ചെറിയ പിള്ളേരൊക്കെ ഇരിപ്പുണ്ട്. ഇവരുടെ ഇന്നത്തെ ജനറേഷൻ സ്കൂൾസിലും കോളേജസിലൊക്കെ പോകുന്നുണ്ടെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ഇവിടെ ഒരാൾ മൊബൈലൊക്കെ കൊടുത്ത് കളിക്കാൻ ഇരുത്തിയിട്ടുണ്ട്. അത് ലോകത്തെല്ലായിടത്തും ഒരേപോലെ തന്നെ കേട്ടോ. ഇത് ഞാൻ തന്നെ എങ്ങനെയാണ് കയ്യിലെടുക്കുന്നതെന്ന് അറിയില്ല. ഈ ഒരു സ്പൈറൽ റിംഗ് സാധനത്തിന് ഏകദേശം 4 കിലോ വെയിറ്റ് ഉണ്ടെന്നാണ് ഇവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. നല്ല വെയിറ്റ് ഉണ്ട് ഈ മോഡൽ. എങ്ങനെയാണ് ഇവർ കഴുത്തിലിടുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവര് എങ്ങനെയാണ് ഇത് ഇട്ടതെന്നൊക്കെ ഉള്ളതിൻ്റെ ഫോട്ടോസാണ് കേട്ടോ ഇരിക്കുന്നതിൻ്റെ. എന്താ വെയിറ്റ് ഞാൻ വീഡിയോ എടുത്ത് ഒരു മിനിറ്റ്. ഇവിടെ നിന്ന് കുട്ടിയുടെ ഒക്കെ കൂടെ ഫോട്ടോസ് എടുത്തിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ശേഷം അടുത്ത വീഡിയോ.